ഹായ് മക്കളെ, ചാപ്റ്റർ 3 ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞാണ്. ആക്ച്വലി കുറച്ച് പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. എന്തായാലും അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കാം നമുക്ക്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോസ് ആണ്. മെന്റലീസ് പീരിയോഡിക് ലോയും മോഡേൺ പീരിയോഡിക് ലോയും. പിന്നെ അതിൽ നോമൻക്ലേച്ചർ ആണ് വരുന്നത്. 100 അബവ് ആറ്റോമിക് നമ്പർ വരുന്ന ആൾക്കാരുടെ. ദെൻ എന്തായാലും SPDF ബ്ലോക്കുകളുടെ ഫീച്ചേഴ്സ് നോക്കാം. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ വരുന്ന പീരിയോഡിക് ട്രെൻഡുകളാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നുള്ളതാണ്. ഇവരെല്ലാവരെയും ഗ്രൂപ്പിൽ എങ്ങനെയാണ്, അതേപോലെ പീരീഡിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം, ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ എന്നുള്ള കാര്യം പഠിക്കണം. ആൻഡ് ദ റീസൺ ഫോർ ദാറ്റ്, അതിൻ്റെ റീസൺ കൂടി നോക്കിയേക്കാം. ആൻഡ് ഫൈനലി 2 ക്വസ്റ്റ്യനുകൾ എന്തായാലും പഠിച്ചിരിക്കുക. അതെന്താ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഈസ് ലെസ് നെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ എന്നുള്ള ക്വസ്റ്റിനും, അതേപോലെ തന്നെ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് നൈട്രജൻ. ഗീവ് റീസൺ. ഈ 2 ക്വസ്റ്റ്യനുകൾ കൂടി എന്തായാലും നോക്കിയത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു 6 മാർക്കിനോളമുള്ള ക്വസ്റ്റ്യനുകൾ എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ നിന്നുണ്ടാവും. പക്ഷേ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. നല്ല അടിപൊളിയായിട്ട് ഈ ചാപ്റ്റർ ഒന്ന് നോക്കിയേക്കാം. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. നല്ല അടിപൊളിയായിട്ട് പഠിക്കാം.